ധീമഹിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ 163 നാമമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിർമോഹ എന്ന് പറയുന്ന നാമമാണ്, അതിനെ കുറച്ചുകൂടി അതിൽ വളരെ വിശദമായിട്ടുള്ളൊരു പരാമർശമുണ്ടായിരുന്നു ഈ മോഹം എന്നുള്ള പദത്തെക്കുറിച്ച്. മോഹം എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കും. ചിലപ്പോൾ നമുക്കൊരുപാട് തരത്തിലുള്ള വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രാരാബ്ധങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതോ പര്യാപ്തമായതോ ആണ് ഈ മോഹമെന്ന് പറയുന്നത്. നമുക്ക് പല കാര്യങ്ങളിലും ഇങ്ങനെ അമിതമായ താല്പര്യം വന്നേക്കും. ഒരു അഭിരതി എന്ന് പറയാം, അതിനോടുള്ളൊരു ആഭിമുഖ്യം. ഇപ്പോൾ കൊച്ചു കാറുള്ളവന് വലിയ കാറ്, കൊച്ചു വീടുള്ളവന് വലിയ വീട്, സൗന്ദര്യമില്ലാത്ത ഭാര്യയുള്ള ഭർത്താവിന് അടുത്ത കുറച്ചുകൂടി സൗന്ദര്യമുള്ള ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ സൗന്ദര്യം കുറവാണെങ്കിൽ കുറച്ചുകൂടി സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഭർത്താവ്, കുറച്ചുകൂടി മിടുക്കരായ മക്കൾ, കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സമ്പത്ത്, ഇങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്നത് കൊണ്ട് ആരും തൃപ്തർ. നോബഡി സീംസ് ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ഹാവ് ഗോട്ട്. ബട്ട് ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു an opportunity to gain more money, more power, more puff, and they are also out to enjoy their life in a bigger way. കുറച്ചുകൂടെ ഒരു ostentatious ആയിട്ടുള്ള ഫ്ലാംബോയൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെയാണ് അവർക്ക് താല്പര്യം. അത് മോഹം. നമ്മൾ കഴിഞ്ഞോണ പറഞ്ഞു, മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്മൃതി ഭ്രംശമുണ്ടാകും, അല്ലെങ്കിൽ സ്മൃതി ഭംഗമുണ്ടാകും, ഓർമ്മ കുറഞ്ഞു പോകും മോഹത്തിൻ്റെ ഫലമായിട്ട്. ക്രോധമുണ്ടാകും, ക്രോധാത് ഭവതി സമ്മോഹ, പഠിച്ചല്ലോ, നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന മോഹത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് 163 നാമം, മോഹനാശിനി എന്നാണ്. അങ്ങനെ വരുമ്പോൾ ആ മോഹത്തെ നശിപ്പിക്കുന്നവൾ നമ്മളെ സഹായിക്കുകയാണ്. ഷീ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്സ് യു ടു അച്ചീവ് യുവർ ഗോൾസ് ഇൻ എ മോർ പ്രാക്ടിക്കൽ, പ്രാഗ്മാറ്റിക് ആൻഡ് റിയലിസ്റ്റിക് വേ. കൂറ്റൻ വീടൊക്കെ വയ്ക്കാൻ പറ്റുന്നവരുടെ മോഹം ശമിപ്പിച്ച് നശിപ്പിച്ച് കുറച്ച് ഒരു ചെറിയ വീട്, വാസയോഗ്യമായ വീട് നമുക്ക് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ധനസമ്പാദനത്തിനുള്ള അത്യാർത്തി, മുഴുത്ത് കൈക്കൂലി വാങ്ങുകയോ വേറെ തരത്തിലുള്ള അനാശാസ്യ മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് വേണ്ടി യത്നിക്കുകയോ അതിൻ്റെ ഫലമായിട്ട് തന്നെ ഉദ്യോഗത്തിനോ കരിയറിനോ ഭംഗമുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് അത്യാർത്തി അല്ലെങ്കിൽ അതിമോഹം ശമിപ്പിച്ച് സാമ്പത്തികമായിട്ട് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള മിതമായിട്ടുള്ളൊരു സാമ്പത്തിക സ്രോതസ് ഉറപ്പാക്കാനുള്ള നിരന്തര ശ്രമങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദേവിയെങ്കിൽ നമ്മൾ യു വിൽ ബി എ സ്റ്റഡി യു വിൽ ഹാവ് എ സ്റ്റഡി ഇൻകം, യു ഗെയിൻ ഒരു സ്റ്റഡി സോഴ്സ് ഓഫ് income for you. അത് however small that be, you will always be satisfied, you will be contented. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് പറയുന്നത്, കണ്ടൻറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്, ഹാപ്പിനെസ് എന്നല്ല പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തി നമുക്കുണ്ടാവുക. ആ തൃപ്തി നമ്മുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടി ദേവി നമ്മളെ അനുഗ്രഹിക്കും എന്നാണ്. നമ്മുടെ മനസ്സിലാണ് ഈ തൃപ്തിയും അതേപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് അഥവാ സന്തോഷവും സന്തുഷ്ടിയൊക്കെ ഉണ്ടാവേണ്ടത്. വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടത്തില്ല. നമുക്കുള്ള കാറിലും ഉള്ള കുടുംബാംഗങ്ങളിലും ഉള്ള വരുമാനത്തിലും ഉള്ള വീട്ടിലും അല്ലെങ്കിൽ ഉള്ള വാഹനങ്ങളിലുമൊക്കെ പൂർണ്ണ തൃപ്തി അല്ലെങ്കിൽ കണ്ടൻറ്റ്മെൻറ്റ് വന്നാൽ അനാവശ്യ ചിലവുകൾ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ ഭംഗിയായിട്ട് പോകും. അപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള അതിമോഹത്തെ നശിപ്പിക്കുന്നവളാണ്. ഭർത്തന്മാരുടെ അതിമോഹത്തെ ദേവി നശിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മോഹം എന്ന് പറയുന്ന പദത്തിന് കൊടുത്ത എല്ലാ അർത്ഥവും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം. നമ്മുടെ കംപ്ലീറ്റ് മോഹങ്ങൾ ഞെരിച്ചുടച്ചു കളയും. നീ എന്നെ ഭജിപ്പാനായി തുടങ്ങുമ്പോൾ നിന്നുടെ മാനധനാദികളൊക്കെ ഹനിക്കും ഞാൻ. നേരത്തെ ദേവി പറഞ്ഞൊരു കാര്യം ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു. നമ്മുടെ ഉള്ള ചില കാര്യങ്ങളിലൂടെ നശിപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി പുതിയൊരു മനുഷ്യനായിട്ട് മാറുന്നു, വ്യത്യസ്തനായിട്ട് മാറുന്നു. എന്നിട്ടും ദേവിയുടെ പാദങ്ങളെ നമ്മൾ പിടിക്കുകയും ദേവിയെ മുറുകെ പിടിച്ച് ദേവിയുടെ അനുഗ്രഹത്തിനായി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് എന്താണോ നമുക്ക് വേണ്ടത് തന്നിരിക്കും. whatever you are bound to receive, whatever you are destined to receive, whatever you are destined to enjoy, അത് കിട്ടിയിരിക്കും എന്നാണ്. ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ, സർവഭൂതാനി സമ്മോഹം സ്വർഗേയാന്തി പരം തപ പറയുന്നുണ്ടല്ലോ. ഇത് മോഹങ്ങൾ നമ്മൾ നശിപ്പിക്കുക, നമ്മുടെ അനാവശ്യമായിട്ടുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് നശിപ്പിക്കുക, ഇതൊക്കെ ദേവി ചെയ്തോളും. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മോഹനാശിനി കൂടിയാണ് ദേവി, നിർമോഹയാണ്. ദേവിക്ക് സ്വയം മോഹങ്ങളില്ല. അതേസമയം നമ്മുടെ അനാവശ്യ മോഹങ്ങളെ ശമിപ്പിച്ച് നിയന്ത്രിച്ച് അതിനേറ്റവും
കുറഞ്ഞതാക്കി മാറ്റി നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുഖപ്രദവും സന്തുഷ്ടവും സുരഭിലവും അതേപോലെ തന്നെ ആനന്ദദായകവുമാക്കി തീർക്കാൻ ദേവിക്ക് ശേഷിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് തീർക്കുന്നു. ഈ 164-ാമത്തെ നാമം പറഞ്ഞ്, അത് 163-ാമത്തെ നാമം പറഞ്ഞ് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് 164-ാമത്തെ നാമത്തെക്കുറിച്ചാണ്. നിർമ്മമ എന്ന് പറയുന്ന നാമം, നിർമ്മമ. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.